കഴിച്ച് മിഷി എവിടെയോ ചോദിക്കുന്നുണ്ട്. ആതിര പൊന്നു സുഖം ഡാ എവിടെയോ ചോദിക്കുന്നുണ്ട്. മിഷി ആം, പയറു ചേച്ചിയെന്ന്. പയറ് ചേച്ചിയെന്ന്. പേര് ചേച്ചിയെ പോയി ഉറങ്ങിയിട്ട്. അതെന്ത് പേര് ചേച്ചിയെന്ന് മനസ്സിലായില്ല. മുല്ല പാറു വിളിക്കുന്നുണ്ട്. സുഖം അതിർന്ന് പൊന്നു പറയുന്നുണ്ട്. മിഷിക ഞാൻ കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. റോസ് ഞാൻ നോക്കാട്ടോ പറയുന്നുണ്ട്. ആതിര ഹരി ചേട്ടൻ എന്താ പറയുക ലച്ചു എവിടെട്ടോ പാറു മിഷി കുട്ടേറ്റ് പറഞ്ഞു. റോസ് ഓക്കെ അതിര് പറഞ്ഞു. മുല്ല കല്ലുച്ചി സ്നേഹിക്കുന്നുണ്ട്. അതിന് പാറു പൊട്ടി ചെയ്യുന്നുണ്ട്. ഉണ്ണിമല്ല മഞ്ജൂസെ അമ്മമ്മന്റെ കല്ല് കൂടി ലാസ്റ്റ് വരെ ഒന്ന് കഴിഞ്ഞിട്ട് കഞ്ഞി വെക്കാൻ എന്റെ കൂടെ പട്ടി വരും. എടി സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഉഷയുടെ മോളാണ്. ഇനി സത്യമല്ല അതൊന്നും ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെ കള്ളത്തരം കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നാലും നീ പെൻഷൻ വെച്ച ഫോട്ടോ പാറു മുല്ല കണ്ണിൽ കുത്താതെ ഇരിക്കാനാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട്. ഫുഡി ഉറങ്ങാൻ പോയോ പാറു ചോദിക്കുന്നുണ്ട്. മുല്ല പാറു കണ്ണ് ഇവിടെ കാണ് ഇവിടെ ഉണ്ടെന്ന് എന്താടി അഹങ്കാരി പറഞ്ഞത്. അമ്മു കഴിച്ചോ മക്കൾ ഉറങ്ങിയോ ചോദിക്കുന്നുണ്ട്. അമ്മുവിനോട് സൂചി ചോദിക്കുന്നുണ്ട്. ഹരിച്ചേട്ടൻ ഉണ്ണിമോളെ വിളിക്കുന്നുണ്ട്. ഇതെന്തോ ചിരി എന്ന് പറയുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞ എന്തോ ചിരി. നീ ശ്വാസം കൊടുത്തില്ല. കല്ലു ആ നോട്ടൊന്ന് പൊന്നു പറയുന്നു. മുല്ല കല്ലിച്ചിരി പറിച്ചിരിക്കുന്നത് എന്തിനാ അടിച്ചിരിക്കുന്നത്. പാറ മുല്ല പറിച്ചിരിക്കുന്നത് എന്തിന്. പൊന്നു വെറുതെ കളിച്ചിരിക്കുന്നത് എന്തിനടി അഹങ്കരിച്ചിരിക്കുന്നത്. പൊന്നു മക്കൾ ഉറങ്ങിയോ സൂചി ചോദിക്കുന്നുണ്ട്. ടീം ഡി ജെമിനി എന്ത് ചോദിക്കുന്നു. കല്ലൂസിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം ഉണ്ണി. അല്ലെങ്കിൽ സത്യം പറഞ്ഞവർക്ക് എന്നും അവിടെ അടിച്ചമർത്തപ്പെടുകയാണെന്ന് ചെയ്യുന്നത് അല്ലേ. അതെ 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 കേരളം കല്ലു, അത് നീ പറഞ്ഞത് കറക്റ്റാ. സത്യം പറയുന്നവർ എന്നും അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതെ. പക്ഷെ ഇക്ക അതിൽ ചേരുന്നു. കാരണം 10-70 വയസ്സുള്ള ഇക്ക ഈ ഡൈയും ചേർത്ത് ഇവിടെ വന്ന് ഈ പെമ്പിള്ളാരെ ഇളക്കുന്നീന് അത് ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. ഉറങ്ങി സുഖമെന്ന് കൊണ്ട് വരുന്നുണ്ട്. ഹരിച്ചിട്ട് എന്നെ നിങ്ങൾ ഈ ഡൈയും ചേർത്ത് ഇങ്ങനെ അടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. മുടി മേപ്പോട്ട് ജീവി കുറച്ച് പെമ്പിള്ളാരെ വശീകരിക്കാനായിട്ട് നിങ്ങൾ കോഴിത്തരം കാണിക്കുന്നതിന് നിങ്ങൾ നാളെ തല നന്നിട്ട് കുളിച്ച് തോത്തി ഡൈ ചെയ്യാതെ ഇവിടെ വന്ന് ലൈവ് ഇട്ടോണം. സബ് ചെയ്തോ ലൈക്ക് ആൻഡ് കമന്റ് പറയുന്നുണ്ട്. പൊന്നെ കല്ലു ചേച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോഴാണ് എന്റെ മക്കൾ ഓടി വരുന്നു. ആണോടി അഹങ്കാരി. അമ്മ പാറു പിടിച്ചിരിക്കുന്നുണ്ട്. ആണോ മുല്ലാന്ന് പറഞ്ഞ പൊന്നിച്ചിരിക്കുന്നുണ്ട്. റോസ് പാറു ചിരിക്കുന്നുണ്ട്. അവർക്ക് ഒരു പാടും ഇഷ്ടമാണ്. താങ്ക് യു പൊന്നെ ലവ് യു. അതെന്താ മുല്ല കീ കൊടുക്കുന്ന പാവയാണെന്ന് കരുതിയാണെന്ന് പാറു വെക്കുന്നത്. പാറു റോസ് വെക്കുന്നുണ്ട്. സുഖ കല്ലു മുത്തേ സ്നേഹം കൊടുക്കുന്നുണ്ട്. പൊന്നു മുല്ല ചിരിക്കുന്നത് എന്തിനാണ് ചിരിക്കുന്നത്. കുഞ്ഞു അമ്നു പറഞ്ഞുണ്ട്. ആഷിഖ് പ്രോ കല്ലു അപ്പോൾ ബൈ ശരി നാളെ കാണാം ബൈ ഓൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പടി അഹങ്കാരി അത്ര ആ മുല്ല കുഞ്ഞു പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. പാറു അതിലുള്ള ബൈ പറഞ്ഞിട്ട്. കോഴി കഞ്ചാവ് അടിച്ചത് പോലെ ഇരിക്കുന്നു. കല്ലു കിളി പറഞ്ഞത് പോലെ ഇരിക്കുന്നു പറഞ്ഞ ഹരിച്ചേട്ടൻ. നമ്മൾ എവിടെയും ഡ്രഗ് കാളി. ഹായ് കല്ലു ആന്റി. കാളിയല്ല ദുർഗാ കാളി. ഞാനത് ഡർഗ. ശരിയാ. കിളി പോയി പൊന്നൂസേ. കാരണം ഇവിടെ ഓരോരുത്തർ വേഷം മാറി വന്ന് പ്രായം കുറച്ച് ഈ പ്രായമില്ലാത്ത എന്റെ മുമ്പിൽ ഇരുന്ന് ഓരോ വേലത്തരങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ ചെറുക്കൻ മറ്റേ കല്യാണം കഴിക്കാൻ പ്രായമായി ചെറുക്കന്. ഞാൻ എന്നെ തന്നെ വെറുത്തു പോകുന്നു. ഞാൻ എന്നെ പണ്ടേ വെട്ടിയതാ. 12ാമത്തെ വയസ്സിലെ കല്യാണം കഴിച്ചത്. രാജേഷ് 12ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചത്. ഞങ്ങൾ രണ്ടും തമ്മിൽ അന്ന് ആ നിയമമൊക്കെ പാസ്സാക്കിയിട്ടില്ലായിരുന്നല്ലോ. അതെ. പാറു ഹരിച്ചേട്ടാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. മുല്ല ചിരിക്കുന്നതിലടി. ദുർഗ ഹായ് ആഷിഖ് അങ്കിൾ. അങ്കിൾ എന്നല്ല മുത്തച്ഛൻ എന്ന് പറയണം. അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞു പോകും. ഹരിച്ചേട്ടൻ പാറു വിളിക്കുന്നുണ്ട്. ഹരിച്ചേട്ടൻ സുന്ദരി വിളിക്കുന്നുണ്ട്. ദുർഗ ഹായ് പാർവതി അതിന് വിളിക്കുന്നുണ്ട്. മുല്ല ചിരിക്കുന്നുണ്ട്. വായിക്കാൻ അറിയാത്ത ഇവളെ ഇറക്കി വിടൂ എന്ന് നമ്മുടെ പാറു പറഞ്ഞിട്ട് വെറുതെ തമാശക്ക് പറയുന്നുണ്ട്. അതാ പറഞ്ഞത് മൊത്തം വായിച്ച് കേട്ടില്ലേ. പാറു ഞാൻ തമാശക്കാണേ പറയുന്നത്. വായിക്കാൻ അറിയാത്ത ഈ കല്ലിനെ ഇറക്കി വിടൂ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഹായ് ദുർഗ അങ്കിൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ പാറു. ദുർഗ ഹായ് മുല്ല ചേച്ചി പറയുന്നുണ്ട്. മുല്ല പാറു വിളിച്ചിരിക്കുന്നുണ്ട്. പൊന്നു പാറു ചെയ്യുന്നുണ്ട്. പവിത്ര ഹായ് പവി വന്നല്ലോ. ഹായ് പവി മോളെ, എന്തൊക്കെയുണ്ട് പവി മോളെ വിശേഷം? സുഖായിരിക്കുന്നു, സന്തോഷം. ഞാൻ പറഞ്ഞു അവിടെ ഓരോരുത്തരെ കാണിക്കാം. അവിടെ പാറു ഇറക്കുന്നുണ്ടോ. മുല്ല ദുർഗ പറഞ്ഞ് ആലോചിക്കുന്നുണ്ട്. പാറു പവി സ്നേഹം കൊടുക്കുന്നുണ്ട്. പവി അഹങ്കാരി വിളിക്കുന്നത് എന്താടി അഹങ്കാരി. പൊന്നു പവി വിളിക്കുന്നുണ്ട്. കല്ലൂന് വടിവാൽ ഫിഗർ പക്ക. അതിനെന്താ നല്ലല്ലേ. ഇക്കാക്ക കോഴി നല്ലത് എന്തെങ്കിലും പേര് ഇവിടുന്ന് കിട്ടുന്നുണ്ടോ പറ. ഞങ്ങൾക്ക് കോഴി നല്ലത് എന്തെങ്കിലും പേര് കിട്ടിയിട്ടുണ്ടോ. അതിനും വേണൊരു യോഗം.
ഹായ് പൊന്നു ആന്റിയെ പറഞ്ഞിട്ടുണ്ട്. പാറു പറഞ്ഞ സ്നേഹം കൊണ്ട് പാവി കൊടുക്കുന്നുണ്ട്. മുല്ല ചിരിക്കുന്നുണ്ട്. പാവി സുഹു പറഞ്ഞിട്ടുണ്ട്. 70 തന്ത എന്ന് മുല്ല പറയുന്നുണ്ട്. മുല്ല എന്ന് പറഞ്ഞ് പാറു ചിരിക്കുന്നുണ്ട്. ഞങ്ങളിൽ ഒരാൾ കാണ് കല്ലു നീയും എന്ന് പറയുന്നുണ്ട്. താങ്ക് യു പൊന്ന. ദുർഗ കുഞ്ഞുവാവ എന്താ പാറു ചോദിക്കുന്നുണ്ട്. പൊന്നേ വിളിക്കുന്നുണ്ട് മുല്ല. ആശി